ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ ചർച്ച് സ്ട്രീറ്റിലാണ്. ഇവിടെ ഒരു ഒപ്പേര ഹൗസ് ഉണ്ട്. ഒരു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റാണിത്. ബ്യൂട്ടിഫുള്ളായ മോസ്റ്റ്ലി ഫോറിനേഴ്സും സ്റ്റൈലിഷായ ആൾക്കാരൊക്കെ ഉണ്ട്. ഒപ്പേര ഹൗസ്. ഇവിടെ നല്ല കഫേസും ഡേറ്റിങ്ങിനൊക്കെ പറ്റിയ കഫേസും പിന്നെ നല്ല ജാപ്പനീസ് കൊറിയൻ ക്വിസീൻസും ഒക്കെ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ കിട്ടുന്നതാണ്. ഒരു ഷോപ്പിംഗ് സ്പോട്ടൊക്കെയാണ്. നമ്മളിപ്പോൾ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടുള്ള നല്ല ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഡെക്കറേഷനൊക്കെ ഉണ്ട്. ലൈറ്റൊക്കെ രാത്രി വന്നു കഴിഞ്ഞാൽ നല്ല ഉണ്ടാവും. ലൈറ്റിംഗ് ഒക്കെ കാണാം. പബ്ബും കുറേ പബ്സും റെസ്റ്റോ ബാർസും പ്രീമിയം കഫേസൊക്കെ ഉണ്ട്. പിന്നെ പ്രീമിയം ഷോപ്സായ വാൻ ഹ്യൂസൺ, പ്യൂമ, അഡിഡാസ് അങ്ങനത്തെ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ചില്ല് ചെയ്യാണ് ബാറിലും റെസ്റ്റോ ബാറിലൊക്കെ ഇരുന്നിട്ട്. ഗൈസ്, ഇത് MG റോഡ് മെട്രോ സ്റ്റേഷൻ്റെ താഴെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ആംബിയൻസുള്ള സ്ഥലമാണ്. ഇവിടെ നല്ലൊരു ചെടികളൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ഉണ്ട്. കുറേ റെസ്റ്റോറൻറ്റ്സും. ഇത് ചർച്ച് സ്ട്രീറ്റിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ്. ചർച്ച് സ്ട്രീറ്റിൽ വന്നപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കയറിയതാണ്. ഓക്കെ, ഇതേപോലെ നമുക്ക് റോഡ് സൈഡിൽ നിൽക്കുകയാണ്. MG റോഡ് മെട്രോ സ്റ്റേഷൻ്റെ തൊട്ട് താഴെ. നല്ലൊരു പച്ചപ്പൊക്കെ ആയിട്ട് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു ആംബിയൻസ് സ്ഥലമാണിത്. ഈ മുകളിലും ഉണ്ട് ഒരു പാത്വേ. നമുക്കെല്ലാം എക്സ്പ്ലോർ ചെയ്യാം. വായോ. ഇങ്ങനെ കപ്പിൾസൊക്കെ ആയിട്ട് വന്നിട്ട് സംസാരിക്കാനും ഇരിക്കാനും പറ്റുന്ന ഒരു ആംബിയൻസ് സ്ഥലമാണ്. എല്ലാവരും ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. മെയിനായിട്ട് എല്ലാവരും ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത്. കുറേ ചെടികളും ഒരു ഗാർഡനിങ് സെറ്റപ്പാണ്. ഒരു ഇവിടെ ഏണിയും പാമ്പിൻ്റെയും ഒരു മനുഷ്യന്മാരെ വെച്ച് കളിക്കാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട്. ഇതിന് അങ്ങത്തോളം സ്ട്രീറ്റ് ഉണ്ട്. നമുക്കിനി ഇതിൻ്റെ മുകളിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ സംഭവം നോക്കാം. മുകളിലൊരു ഗാർഡൻ പോലത്തെയാണ്. ഫോട്ടോ സ്പോട്ട് തന്നെയാണ് മെയിനായിട്ട്. ഇതങ്ങത്തോളം ഉണ്ട്. ഇത് നമ്മുടെ വിവോ X300 ഫോണായതുകൊണ്ട് നമുക്ക് സൂം ചെയ്ത് ചിലപ്പോൾ അങ്ങത്തോളം പിടിക്കാം.
അതോളം പോകാൻ നമുക്ക് കഴിയില്ല. അവിടുത്തെ വരെയുണ്ട്. നമുക്കിനി തിരിച്ച് നടക്കാം. ഓ ഗായ്സ്, നമ്മളൊരു മോഡലിനെ കണ്ടു. കുറേ മോഡൽ വരുന്നുണ്ട് ഇവിടെ. ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ. നല്ലൊരു സ്പോട്ടാണ്. ഈവനിങ് ഒക്കെ ചില്ലടിക്കാൻ. ഇതിൻ്റെ അപ്പുറം ഒരു സ്റ്റേഡിയം ഒക്കെ ഉണ്ട്. ഗായ്സ്, നമ്മുടെ ചർച്ച് സ്ട്രീറ്റിലാണുള്ളത്. ചർച്ച് സ്ട്രീറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. MG റോഡ് മെട്രോ സ്റ്റേഷൻ, MG റോഡ് മെട്രോ സ്റ്റേഷൻ, മഹാത്മാഗാന്ധി റോഡ് മെട്രോ സ്റ്റേഷൻ. ഈ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വേണം പോകാൻ. നല്ലൊരു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റാണ് ബാംഗ്ലൂരിലെ. കുറേ കച്ചവടങ്ങളിലായിട്ട് കുറേ ബിൽഡിങ്സും. പ്രീമിയമായിട്ട് മലബാർ ഗോൾഡ് വരെ ഉണ്ട് ഇവിടെ. നമ്മളെ കേരളത്തിൻ്റെ സ്വന്തം മലബാർ ഗോൾഡ്. മലബാർ ഗോൾഡ് പ്രീമിയം ഏരിയയാണ്. സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ഇങ്ങനെ സംഭവങ്ങളൊക്കെ എടുക്കാൻ പറ്റിയൊരു ഏരിയയാണ്. ഇതാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. ചർച്ച് സ്ട്രീറ്റ് ഒരു നല്ലൊരു സ്ഥലമാണ് കാണാൻ പറ്റിയ. ഇതിലൂടെയാണ് ചർച്ച് സ്ട്രീറ്റിലേക്ക് പോകുന്നത്. കുറേ ഷോറൂമും എല്ലാം ഉണ്ട്. ഇത് ചർച്ച് സ്ട്രീറ്റിലെ ഷോപ്പിംഗ് ഏരിയ ഒക്കെയാണ്. ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന പലതരം ഐറ്റംസും ആൻറ്റിക് പീസസുകളും ഗിഫ്റ്റ് ഐറ്റംസും ഡ്രസ്സസും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഷോപ്പിംഗ് ഒരു കൊമേഴ്ഷ്യൽ ഷോപ്പിംഗ് സ്ട്രീറ്റാണ് ബാംഗ്ലൂരിലെ. കുറേ ഡ്രസ്സിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സീനില്ല, ഡ്രസ്സൊക്കെ ഉണ്ട്. കുറേ ഡ്രസ്സിൻ്റെ ഷോപ്പുകളുണ്ട്, പലതരം ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഫുള്ള് ജനങ്ങളെ കൊണ്ടുള്ള സാഗരമാണ് ഗൈസ്. ജനങ്ങളുടെ ഒരു സ്റ്റാർബക്സ് ഒക്കെ ഉണ്ട്. യൂണിവേഴ്സിറ്റികൾ ഇവിടെ നല്ല കച്ചവടമാണ്. യൂണിവേഴ്സിറ്റികളിൽ ഒരു കണ്ടുവരുന്ന ഒരു ആചാരമാണ്. എല്ലാ വീക്കെൻഡ്സിലും ഇങ്ങനെ പൂക്കളുമായിട്ട് ഓരോ ആൾക്കാർക്ക് ബോയ് ഫ്രണ്ടിനെയും ഓരോ കാമുകന്മാരെയും ഒക്കെ കാണാൻ പോകുന്നത്. ഇതാണ് ബാംഗ്ലൂർ ചർച്ച് സ്ട്രീറ്റ്. ചർച്ച് സ്ട്രീറ്റിൻ്റെ ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ട് പിള്ളമാരൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതും ബിയർ അടിക്കുന്നതൊക്കെ ഒരു യൂറോപ്യൻ കൾച്ചറുണ്ട് ഇവിടെ. ഇവിടെ ഫുള്ള് ഇങ്ങനത്തെയാണ്. ഇതൊക്കെ കാണാം. പൂവായിട്ട് ആൾക്കാർ വരുന്നതൊക്കെ കാണാം. കുറേ നല്ല സുന്ദരിമായ പെൺകുട്ടികളുള്ള ഒരു സ്ഥലമാണ്. എല്ലാവരും നല്ല സ്റ്റൈലായിട്ട് ഒരു കൂളിംഗ് ഗ്ലാസും കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട്. ബാംഗ്ലൂർ ചർച്ച് സ്ട്രീറ്റിൻ്റെ മനോഹരമായ കാഴ്ചകളാണിത്. ഡ്രിങ്ക് ഡൈൻ ഫ്ലോ ക്ലബ് ആൻഡ് കിച്ചൺ ഉണ്ട് ഇവിടെ. ഗൈസ്, ഇവിടെ ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. പെർഫ്യൂം ഉണ്ട്, പലതരം ഐറ്റംസിൻ്റെ ഷോപ്പിംഗ് സെറ്റപ്സ് ഉണ്ട്. സ്പെക്സിൻ്റെ ഷോപ്പ്, പിന്നെ പലതരം ഐറ്റംസ്. ഇത് സ്ഥലമൊക്കെ സ്റ്റൈലിഷാണ്. ആൾക്കാരും എല്ലാം സ്റ്റൈലിഷായിട്ട് ക്യാപ്പിൻ്റെ ഷോപ്പ്, കുറേ സ്റ്റൈലിഷായ കഫേസും ഫോട്ടോ എടുക്കാൻ വലിയ ഫോട്ടോ സ്പോട്ട്സും എല്ലാം
എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. എസ്തറ്റിക് ബ്യൂട്ടിയാണ്. ഇവിടെ ഒരു പഴയ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ആണ്. ഇതാണ് ക്ലോസ്ഡ് ആണ്. ഗോസ്റ്റ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഗോസ്റ്റ് സ്ട്രീറ്റ്. വലിയൊരു കടലാണ് ഗൈസ്. ഒരു സ്ട്രീറ്റ് ലൈഫ്, വലിയൊരു സ്ട്രീറ്റ് ലൈഫാണ്. ബാംഗ്ലൂരിൻ്റെ സ്ട്രീറ്റ് ലൈഫാണ് ഇവിടെ. ഇത് ബാംഗ്ലൂരിലെ ബ്രിഗേഡ് ഗാർഡൻ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഒരു ചർച്ച് സ്ട്രീറ്റിൽ തന്നെ ഉള്ളതാണ്. ഇവിടെ ഗാർഡനിങ് ഒക്കെ ആയിട്ടുള്ളൊരു സെറ്റപ്പാണ്. ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഫുള്ളൊരു എസ്തറ്റിക് ഫോട്ടോഗ്രാഫിയൊക്കെ എടുക്കാൻ പറ്റിയൊരു ഗാർഡനിങ്ങും വാട്ടർഫാൾ ഫൗണ്ടെയിൻസും ഒക്കെ ആയിട്ടുള്ള ഒരു ഗാർഡൻ സെറ്റപ്പ് സ്ഥലമാണ്. ഇതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ. ഇവിടെ ഒരു വാട്ടർഫാൾ കൈൻഡ് ഓഫ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഗാർഡനിങ് ആണ്. ഒരു പാത്ത് വേ ഒക്കെ ഉണ്ട്. ഗാർഡൻ്റെ അടുക്കും കൂടിയുള്ള പാത്ത് വേ. ഇതാണ് മൊത്തത്തിൽ ഇവിടുത്തെ അവസ്ഥ. താഴത്തെ വ്യൂ ഇതാണ്. ഗാർഡനിങ്, ബ്രിഗേഡ് ഗാർഡൻ ഇല്ലെങ്കിൽ പാത്ത് വേ ഒക്കെ. ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പുറത്തും നല്ലൊരു ഗാർഡനിഷ് റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട് ഇവിടെ. പുറത്തും ഗാർഡനൊക്കെ ആയിട്ടുള്ള സ്ഥലം. ഇതിൻ്റെ പേരാണ് ബ്രിഗേഡ് ഗാർഡൻ. ബ്രിഗേഡ് ഗാർഡൻസ്, ചർച്ച് സ്ട്രീറ്റാണ്. ചർച്ച് സ്ട്രീറ്റിലൊരു ക്ലിങ് ബാറാണിത്. ബാർ കൈൻഡ് ഓഫ് റെസ്റ്റോ ബാർ. ഇതിൻ്റെ അകത്തൊക്കെ ഉള്ള എക്സ്പീരിയൻസ് നോക്കാം. ഇവിടെ കുറേ റെസ്റ്റോ ബാർസും പബ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തരം ഡ്രിങ്ക്സും ഇവിടെ കുറേ പബ്ബുകൾ കാര്യങ്ങളാണ് ചർച്ച് സ്ട്രീറ്റിലെ. ലോഡ് പബ്ബാണിത്. ഒരു സ്ട്രീറ്റ് എക്സ്പ്ലോറേഷനാണ് ചർച്ച് സ്ട്രീറ്റിൻ്റെ. ഉള്ള പ്രകൃതിരമണ ഒരു ഗാർഡനിങ് സെറ്റപ്പുള്ള സ്ട്രീറ്റാണ്. ഗാർഡനിങ് സെറ്റപ്പൊക്കെ ഉള്ള സ്ട്രീറ്റാണ്. കുറേ പബ്ബും കുറേ ബാർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു കുറേ വണ്ണമുള്ള സ്ട്രീറ്റാണ്. കുറേ ഉണ്ട് ഇവിടെ. ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ, ഒരു ഉച്ചയ്ക്ക് ശേഷം വന്ന് അല്ല ഒരു ഈവനിങ് വന്നു കഴിഞ്ഞാൽ നൈറ്റ് ഒരു 2 o'clock വരെയൊക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ട നൈറ്റ് എക്സ്പ്ലോറേഷനും എല്ലാം ഉള്ളൊരു സ്ട്രീറ്റാണ്. അടിപൊളിയാണ് ഗൈസ്. ഇവിടെ ലൈവായിട്ട് വരച്ചു കൊടുക്കുന്ന സെറ്റപ്പ് ഉണ്ട്. എല്ലാ ആൾക്കാരുടെ ഫേസും കാര്യങ്ങളൊക്കെ ലൈവായിട്ട് വരച്ചു കൊടുക്കും. ആരെ കാണിച്ചിട്ടുള്ള ലൈവായിട്ട് ഫേസ് വെച്ച് കൊടുക്കും. ഇവിടെ പാനിപ്പൂരി ഷോട്ട്സൊക്കെ ഉണ്ട്. ഇവിടെ എൻ്റർടൈൻമെൻറ്റ് സ്റ്റോർ കാണുന്നുണ്ട്. പിന്നെ സ്മോക്ക് ഷോപ്പുണ്ട്. പേരകൺ റെസ്റ്റോറൻ്റ് ഉണ്ട്. മലയാളികളുടെ സ്വന്തമായ ചർച്ച് സ്ട്രീറ്റിലാണ് പേരകൺ റെസ്റ്റോറൻറ്റ്. ഇവിടെയാണ് പേരകൺ റെസ്റ്റോറൻ്റാണ്. നമ്മളിന്ന് ചർച്ച് സ്ട്രീറ്റിലെ പേരകൺ റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. പേരകൺ എന്ന ഫുഡ് കഴിക്കുകയാണ്. ഒരു കേരള പൊറോട്ട,
ഒരു നൂൽ പൊറോട്ട, ഒരു സെമി ചില്ലി ചിക്കൻ ഗ്രേവി, പിന്നെ ബിരിയാണി, പപ്പടം. ഇതാണ് ചർച്ച് സ്ട്രീറ്റിലെ നൈറ്റ് ലൈഫ്. ഇത് ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാ ആൾക്കാരും തലയിൽ എയർ ബാൻഡൊക്കെ ഇണി സുന്ദരിമാരും സുന്ദരന്മാരും കുറേയുണ്ട്. ഫുള്ള് പാർട്ടി പബ് ഏറിയാണിത്. ഫുള്ള് പാർട്ടിയാണ്, എല്ലാവരുടെയും പാർട്ടി പൊട്ടിക്കലാണ്. ഗേൾസൊക്കെ ഫുള്ള് പാർട്ടി വെയറൊക്കെ ആയിട്ട് നല്ല കോസ്റ്റ്യൂമിലൊക്കെയാണ്. ഗൈസ്, ചർച്ച് സ്ട്രീറ്റിലെ നൈറ്റ് ലൈഫാണ്. ക്രിസ്മസും കൂടെ ആയതുകൊണ്ട് നല്ല നൈറ്റ് ലൈഫ് വൈബാണ് ഇവിടെ ഉള്ളത്. നൈറ്റ് ലൈഫിൻ്റെ പ്രോ ലെവൽ വേർഷൻ.